ഒരു ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന 180 വാട്ട്സ് മാത്രം കൺസപ്ഷൻ വരുന്ന 1.5 ബാർ പ്രഷർ ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ ടാപ്പിലും ഷവറിലെല്ലാം വെള്ളം പ്രഷർ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ പമ്പിൻ്റെ ടെസ്റ്റിംഗ് ആൻഡ് ഡെമോ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസിക് ബ്രാൻഡിൽ വരുന്ന പവർ 2+ എന്ന് പറഞ്ഞ മോഡൽ. ഇതൊരു സെൽഫ് പ്രൈമിംഗ് ടൈപ്പ് പമ്പാണ്. അതായത് നമുക്ക് ടാങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പമ്പിൽ നിന്ന് താഴെയുള്ളൊരു ഡ്രമ്മിൽ നിന്നാണ് നമ്മളെ വെള്ളം എടുക്കാൻ പോകുന്നത്. അപ്പോൾ തനിയെ ആഴത്തിൽ നിന്ന് പ്രൈം ചെയ്ത് വെള്ളം എടുക്കാൻ കപ്പാസിറ്റി ഉള്ളതും. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ അധികം ഹൈറ്റ് ഡിഫറൻസ് ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിലും ടാങ്ക് ഒരേ ലെവലിലാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. 1 ഇഞ്ച് സെക്ഷൻ, 1 ഇഞ്ച് ഡെലിവറി. ഇതിന് വരുന്നത് ഒരു 1 ലിറ്ററിൻ്റെ പ്രഷർ ടാങ്കിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു പ്രഷർ സ്വിച്ചുള്ള മോഡലാണ്. സാധാരണ ഹൈറ്റ് ഡിഫറൻസ് കുറവുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ പ്രഷർ സ്വിച്ചുള്ള സ്വിച്ചുള്ള പമ്പുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ അത് തനിയെ വെള്ളം ഫ്ലോ ചെയ്തിട്ട് ഓൺ ആവാത്ത പ്രശ്നങ്ങൾ വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെക്ഷനും ഡെലിവറിയും കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ഷവർ കണക്ട് ചെയ്തിട്ട് ഇതിന് മെയിനായിട്ട് വരുന്നത് കറണ്ട് കൺസപ്ഷൻ. പലർക്കുമുള്ള ഡൗട്ടാണ് ഈ ചില പമ്പുകൾ ഇൻവെർട്ടറിൽ ഓടുമോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എത്രയാണ്, റണ്ണിങ് കറണ്ട് എത്രയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ ആവറേജ് പറയുന്നത് 0.8 to 1 ആംപിയറാണ് ഇതിൻ്റെ ആവറേജ് ഒരു കൺസപ്ഷൻ പറയുന്നത്. അപ്പോൾ നമുക്കത് ലോഡ് ചെയ്തിട്ട് നോക്കാം, ലോഡ് ഇല്ലാത്ത സമയത്ത് നോക്കാം. അതേപോലെ എല്ലാ രീതിയിലുള്ള ടെസ്റ്റിംഗ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ നിലവിൽ ഇതേപോലെയാണ് ഈ സെക്ഷൻ കൊടുക്കുന്നത്. അതായത് ഈ ഡ്രമ്മിൽ നിന്നാണ് വെള്ളം വലിപ്പിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിനൊരു ഫുഡ് വാൽവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഇതാണ് സെൽഫ് പ്രൈം പമ്പ് എന്ന് പറഞ്ഞത്. അതായത് തനിയെ പ്രൈം ചെയ്ത് കയറി വരും. ഇനി നമ്മളിത് നെഗറ്റീവ് സെക്ഷനായിട്ട്, അതായത് വലി താഴേന്ന് കൊടുത്തേക്കുന്നത് കൊണ്ട് നമ്മളിതിൻ്റെ പ്രൈം ചെയ്യാനായിട്ട് ഇതിൻ്റെ പമ്പിൽ വെള്ളം നിറയ്ക്കേണ്ടതുണ്ട്. ഇതേപോലെ വെള്ളം ഫില്ല് ചെയ്യുക. ഈ ഒരു പമ്പിൻ്റെ ഒരു ചെറിയ പോർഷനിൽ മാത്രമാണ് വെള്ളം കൊള്ളുള്ളൂ. കാരണം ഇവിടെ ഒരു നോൺ റിട്ടേൺ വാൽവ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം തിരിച്ചിറങ്ങി പോവില്ല. ബാക്കിയുള്ള വെള്ളം മോട്ടർ തനിയെ, അതായത് പമ്പ് തനിയെ പ്രൈം ചെയ്ത് കയറി വരികയും ചെയ്യും. നിലവിൽ നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മാക്സിമം എത്ര പ്രഷർ ജനറേറ്റ് ചെയ്യുന്നു, അതേപോലെ അതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ടും റണ്ണിങ് കറണ്ടും. ഞാൻ മോട്ടർ ഓൺ ചെയ്തു. നിലവിൽ 2 ആംപിയറാണ് മാക്സിമം സ്റ്റാർട്ടിങ് കറണ്ട് കാണിച്ചത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് പ്രൈം ചെയ്ത് കയറി വരാനുള്ള ഡിലേ ഉണ്ടാവും. നമ്മൾ സാധാരണ വാട്ടർ ടാങ്കിൽ നിന്ന് കൊടുക്കാൻ നേരത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. കാരണം ഇത് പ്രൈം ചെയ്ത് കഴിഞ്ഞു. കാരണം നമ്മൾ ഓൾറെഡി മേളിലിരിക്കുന്ന ടാങ്കിൽ നിന്ന് മോട്ടർ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പമ്പ് ചെയ്യുന്നത്. ഇത് നമ്മൾ നെഗറ്റീവായിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് ചെറിയൊരു ഡിലേ ഉണ്ടാവും. ഇനി നമ്മൾ ഈ വാൽവ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ഓഫാവും. വെള്ളം നിന്നു, മോട്ടർ ഓഫായി. നമ്മൾ വീണ്ടും വാൽവ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടർ ഇൻസ്റ്റൻ്റായിട്ട് ഓണായി നമുക്ക് ആവശ്യത്തിനുള്ള ഡിസ്ചാർജ് കിട്ടുന്നുണ്ട്. ഇതേപോലെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിത് ഒരേ ലെവലിലോ അതേപോലെ താഴെ ഇരിക്കുന്ന ടാങ്കിൽ നിന്ന് മുകളിലേക്ക് ബൂസ്റ്റ് ചെയ്യാനോ ഇതേപോലെയുള്ള പമ്പുകൾ കൊണ്ട് കഴിയുമെന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടാലറിയാം, മോട്ടർ ഇരിക്കുന്ന ഒരുപാട് ലെവലിൻ്റെ മേളിലാണ് നിലവിൽ അത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഓൺ ആവുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനി ഇത് ജനറേറ്റ് ചെയ്യുന്ന മാക്സിമം പ്രഷർ എത്രയാണെന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളിതാ വാൽവ് പയ്യെ അടയ്ക്കുകയാണ്. വാൽവ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. നമുക്ക് എത്രയാണ് പ്രഷർ കാണിക്കുന്നത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം 1.5 ബാറിനടുത്താണ്. അവർ പറയുന്ന പോലെ തന്നെ 1.5 ബാറിനടുത്ത് ടോട്ടൽ ഇപ്പോൾ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നുകൂടെ വാൽവ് തുറന്ന് നോക്കാം. ലൈനിലുള്ള പ്രഷർ ഫുൾ ലോസായി. നമ്മൾ വാൽവ് അടയ്ക്കുകയാണ്. 1.5 ബാറിനടുത്ത് വന്നു കഴിയുമ്പോൾ അത് കട്ട് ഓഫ് ആയി. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഇതിന് മാക്സിമം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് 1.5 ബാറാണ്. ഇനി പല രീതിയിലും ഈ പ്രഷർ പമ്പുകളുടെ കാര്യത്തിൽ വരുമ്പോൾ ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ചിലർ പറയും, നമ്മളിപ്പോൾ ഈ മോട്ടറിൻ്റെ ഏകദേശം വില വരുന്ന 5800 രൂപയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ നേരത്ത് പലരും പറയും ഇതിന് എൻ്റെ അടുത്ത് 0.7 ബാർ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നൊരു പമ്പുണ്ട്, അല്ലെങ്കിൽ 1 ബാർ പ്രഷർ ജനറേറ്റ് ചെയ്യുന്ന പമ്പുണ്ട്, അതിന് കോസ്റ്റ് കുറവാണ്. അങ്ങനെ പല രീതിയിലുള്ള കമൻറ്റുകൾ വരാറുണ്ട്. അതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ കണ്ട പോലെ ഇത് 1.5 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ കംപ്ലീറ്റ് ക്ലോസ് ആയി നിൽക്കുന്ന മാക്സിമം ജനറേറ്റഡ് പ്രഷറാണ് 1.5 ബാർ എന്നുള്ളത്. മറിച്ച് നമുക്കിതിൽ ആക്ച്വൽ യൂസ് വരുന്നത് ഇപ്പോൾ ഒരു 1 ബാറിൽ ഇത് എത്ര ലിറ്റർ ഡിസ്ചാർജ് തരും എന്നതാണ് ശരിക്കും ഈ പമ്പ് കൊണ്ടുള്ള നമുക്ക് യൂസ്. ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ വാൽവ് പയ്യെ തുറന്നിട്ട് ഏകദേശം 1 ബാർ ലൈൻ പ്രഷർ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാലേ ഈ 1 ബാർ ലൈൻ പ്രഷർ ലോഡ് ചെയ്യുമ്പോഴും ഈ മോട്ടറിന് ഇത്രയും ഡിസ്ചാർജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അതായത് നമുക്ക് എത്ര ബാർ നോസിൽ പ്രഷർ വേണം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഈ പ്രഷർ ബൂസ്റ്റർ പമ്പുകളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മറിച്ച് ഇപ്പോൾ ഒരാൾ പറയുകയാണ് നമ്മുടെ പമ്പ് 1 ബാർ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 ബാറോ 1.5 ബാറോ ജനറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ആക്ച്വൽ യൂസിൽ വരാൻ നേരത്തെ എത്ര ബാർ നോസിൽ ലോഡാവുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇത് 1 ബാർ നോസിൽ പ്രഷർ ലോഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡിസ്ചാർജാണിത്. മറ്റൊരു പമ്പിന് ഷട്ട് ഓഫ് ഹെഡ് ആയിരിക്കും ചിലപ്പോൾ 1 ബാർ എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രഷറോ അതിനുള്ള പെർഫോമൻസോ കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നിലവിൽ ഇതിലേക്ക് 2 6 ഇഞ്ചിൻ്റെ ഷവറാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും ഒരു സിംഗിൾ ബാത്റൂം ബൂസ്റ്റ് ചെയ്യുന്ന പമ്പാണ്.
ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ടാപ്പ് അല്ലെങ്കിൽ ഒരു ഷവറൊക്കെ അറ്റ് എ ടൈം വർക്ക് ചെയ്യിക്കാൻ നമുക്ക് ഇതുകൊണ്ട് പറ്റുള്ളൂ. എങ്കിലും നമുക്ക് രണ്ടെണ്ണത്തിൽ വരുമ്പോഴുള്ള പെർഫോമൻസ് നോക്കാം. ആദ്യം നിങ്ങളൊരു പൈപ്പിൽ നിന്ന് കണ്ടപ്പോൾ വെള്ളം വെറുതെ ഒഴുകി വീഴുന്ന പോലെയാണ്. അപ്പോൾ പലർക്കും ഇതിൽ പ്രഷർ ലോഡാകുമോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഒരു പെർഫോമൻസ്. അതായത് ആവറേജ് 6 ഇഞ്ച് സൈസ് വരുന്നത് നമ്മൾ നെഗറ്റീവ് പ്രഷറിൽ നിന്ന് നെഗറ്റീവ് സെക്ഷനിൽ നിന്ന് കൊടുത്തിട്ട് ലോഡ് ചെയ്ത് പമ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ആ ഒരു 6 ഇഞ്ച് ഷവറിലുള്ള പെർഫോമൻസ് ഉണ്ട്. ഇത് നമ്മൾ കുറച്ച് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നോർമൽ ഷവർ വരുന്നത് ഇതേപോലെ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഇനി നമ്മൾ ഈ ഷവർ ക്ലോസ് ചെയ്തു, നമ്മുടെ മോട്ടർ ഓഫായി. നമ്മളിനി അടുത്ത ഷവർ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. നല്ല രീതിയിൽ ചെറിയ ലീക്കേജ് ഒക്കെ ഉണ്ട്. അതേപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രഷർ സ്വിച്ചുള്ള മോഡലുകൾ വരാൻ നേരത്ത് ഒരു രീതിയിലും നമുക്ക് ലീക്കേജുകൾ വരാൻ പാടില്ല. ഇനി എന്താണ് ലീക്കേജ് വന്നാൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ രീതിയിലുള്ള ലീക്കേജ് വന്നു. നമ്മുടെ മോട്ടറിന് സംഭവിക്കുന്നത് ഈ ലീക്കേജ് കുറവായതുകൊണ്ട് മോട്ടർ ഫ്രീക്വൻ്റ് ആയിട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് മോട്ടർ പെട്ടെന്ന് ഓഫാവുക ഓണാവുക ഓഫായി ഓണായി അതുകൊണ്ട് അതേപോലെ വന്നുകൊണ്ടിരിക്കും. ഞാൻ അതിൻ്റെ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ ജസ്റ്റ് ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഷവർ ഓണായി ഷവർ ഓഫായി, ഒരു സിംഗിൾ സ്വിച്ചിങ്ങേ ഉള്ളൂ. ഒരു തവണ ഓണാവുന്നു ഓഫാവുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇനി ഇതിൽ ലീക്കേജ് വന്നാൽ എന്ത് സംഭവിക്കുന്നുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചെറിയ രീതിയിലുള്ള ലീക്കേജാണ് കൊടുത്തേക്കുന്നത്. ഈ സ്വിച്ച് ഇതാ കണ്ടിന്യൂസ് ആയിട്ട് ഓണായി ഓഫായി ഓണായി ഓഫായി അടിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഈ സ്വിച്ച് വളരെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. ഓരോ തവണയുള്ള സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് എടുക്കുന്ന കറണ്ടിൻ്റെ വ്യതിയാനം കാരണം ഇത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് ലീക്കേജ് ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് റണ്ണിങ് സമയത്തുള്ള കറണ്ടാണ്. ഒന്ന് പെട്ടെന്ന് ഓൺ ചെയ്തു. 1.2 ആംപിയറാണ് മാക്സിമം ലോഡ് ചെയ്തുള്ളൂ. അതായത് 1.2 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 220-230 വാട്ട്സാണ് മാക്സിമം ആയുള്ളൂ. ഒന്ന് ഓഫ് ചെയ്യൂ ഒന്നുകൂടെ പെട്ടെന്ന്. 1.5 വരെ പോയിട്ടുണ്ട്. 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞൊരു വിത്തിൻ 280 വാട്ട്സിന് ഉള്ളിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് ഉള്ളൂ. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഈസി ആയിട്ടൊരു ഇൻവെർട്ടർ സപ്പോർട്ടിലൊക്കെ വർക്ക് ചെയ്തോളും. സ്റ്റാർട്ടിങ് കറണ്ട് വലിയ കാര്യമായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് കറണ്ടോ മറ്റു കാര്യങ്ങളൊന്നും ഇനി വരുന്നില്ല. ഇനി ആ 2 ഷവർ ഒന്ന് ലോഡ് ചെയ്യാമോ? രണ്ടാമത്തെ ഷവറോടും കൂടി ഒന്ന് ലോഡ് ചെയ്യും. അപ്പോൾ 2 ഷവറിലുള്ള പെർഫോമൻസാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇത് 2 ഷവറിൽ യൂസ് ചെയ്യാൻ പാകത്തിനല്ല ഇതിൻ്റെ ഡിസൈനിങ് വരുന്നത്. അതിനുള്ളൊരു ഡിസ്ചാർജ് ഈ പമ്പിൽ നിന്നില്ല. എങ്കിലും ഇപ്പോൾ 2 എണ്ണം ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6 ആംപിയറാണ് ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ ഉള്ളൂ. ഇപ്പോൾ 0.5ലേക്ക് ചുരുങ്ങി. ഒരെണ്ണം ഒന്ന് ക്ലോസ് ചെയ്യൂ, കാണിച്ചു തരാം. എന്താ ഒരെണ്ണം ഇപ്പോൾ നിലവിൽ ക്ലോസ് ചെയ്തു. ഒറ്റ വാൽവാണ് ഓപ്പണായി നിൽക്കുന്നത്. 0.6 ആണ് അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ. ഈ ഒറ്റ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കൂ ഇതിൻ്റെ പെർഫോമൻസ്. ഇതാണ് 2 ഷവർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള ഏകദേശ പെർഫോമൻസ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ ഇത് 2 എണ്ണം വർക്ക് ചെയ്യാൻ വേണ്ടി അല്ല ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരെണ്ണം ക്ലോസ് ചെയ്തേ. ഒറ്റ ഷവറാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല പെർഫോമൻസിൽ നല്ല രീതിയിൽ ലോഡ് ചെയ്യും. ഓക്കെ. ഇനി പ്രഷർ ബൂസ്റ്റർ പമ്പുകളിൽ പ്രത്യേകിച്ച് പ്രഷർ സ്വിച്ചുള്ള മോഡലുകളിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടാങ്കിൽ വെള്ളം തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടറിലേക്കുള്ള കണക്ഷൻ കട്ടാവാൻ പാകത്തിന് ഒരു ഫ്ലോട്ട് സ്വിച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെയുള്ള ഡയറക്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച പോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് 1.5 ആംപിയറേ വരണുള്ളൂ. അതായത് ഒരു 330 വാട്ട്സിൽ സ്റ്റാർട്ടായിട്ട് ഏകദേശം 0.5-0.6 ആംപിയറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു അധികമായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ്ങോ റണ്ണിങ്ങോ കറണ്ട് ഇല്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഏകദേശം 700 രൂപയാണ് ആ ഫ്ലോട്ടിൻ്റെ വില വരുന്നത്. അപ്പോൾ ഒരു 5800 രൂപയുടെ അടുത്ത് മോട്ടറിനും 700 രൂപയുടെ അടുത്ത് ഫ്ലോട്ടിനും ടോട്ടൽ വരും. അത് മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ലൈനിൽ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ മോട്ടർ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ മോട്ടർ കത്തിപ്പോവുകയും ചെയ്യും, കാരണം കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സിംഗിൾ ബാത്റൂം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പമ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹൈറ്റ് ഡിഫറൻസ് ഇല്ലാത്ത, അതായത് നിങ്ങളുടെ വാട്ടർ ടാങ്കും ഷവറും തമ്മിൽ ഹൈറ്റ് ഡിഫറൻസ് ഇല്ലാത്ത സ്ഥലമോ, നിങ്ങൾ താഴെ ടാങ്ക് വെച്ചിട്ട് മേളിലുള്ള ഷവർ, അതായത് ടാങ്ക് ലെവലിൽ നിന്ന് മേളിലേക്കുള്ളൊരു ഷവറോ ആണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് വളരെ നല്ലൊരു ചോയ്സ് ആയിരിക്കും. നമ്മുടെ സ്റ്റാർട്ടിങ് കറണ്ട് വളരെ കുറവാണ്, റണ്ണിങ് ആംപിയർ വളരെ കുറവാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു ഇൻവെർട്ടറിൽ ലോഡ് ചെയ്തിട്ട് കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്